ഹായ് ഫ്രണ്ട്സ്, കീർത്തിസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് 10 മണി ചെടികളായിട്ട്. ഞാനങ്ങനെ വീഡിയോസൊന്നും അധികം ഇടാറില്ല, കാരണം എനിക്ക് വീഡിയോസൊന്നും എടുക്കാനുള്ള സമയം കിട്ടാറില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് ചെറിയൊരു കുട്ടിയുണ്ട്, 9 മാസമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ചെടികളൊക്കെ നോക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോസ് എനിക്ക് എടുക്കാൻ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കൂടുതൽ ഇടാത്തത്. അപ്പം ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ 10 മണികളുമായിട്ടാണ്. അതിനിടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ 10 മണി ചെടികളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ട, എല്ലാവർക്കും ഇഷ്ടമാണല്ലേ 10 മണി ചെടികൾ. പല നിറങ്ങളിലായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് 10 മണി. ചിലരൊക്കെ പറയും ഞാൻ എന്ത് ചെടി നട്ടാലും അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ 10 മണിയുടെ കാര്യത്തിലാണെന്നല്ല, ആര് കുഴിച്ചിട്ടാലും 10 മണി ചെടി ഉണ്ടാകും. ഒരൊറ്റ കുഴപ്പമുള്ളൂ, 10 മണി നടുന്ന ആ ഒരു പൊടി മീഡിയം വല്ലാതെ ചെളി പോലെ ആവരുതെന്ന്. വെള്ളം കൂടുതൽ കെട്ടി നിന്നാൽ മാത്രമേ 10 മണി നാശമാകുള്ളൂ. പക്ഷേ അപ്പോഴും 10 മണി പോവില്ല. നാശമായി കഴിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ ആ കേട് വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ വീണ്ടും 10 മണി മുളയ്ക്കും. 10 മണീൻ്റെ ഉള്ള പ്രത്യേകതയാണതല്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് 10 മണി. ഞാനും ചെറുതാവുമ്പോൾ ഞാൻ എന്ത് ചെടി നട്ടാലും ഉണ്ടാവില്ല. പക്ഷേ 10 മണി നട്ടപ്പോൾ നമ്മൾ എത്ര കമ്പ് കുത്തിക്കൊടുന്നോ അതൊക്കെ കമ്പ് കുത്തി നടന്ന മുഴുവൻ അങ്ങനെ കിളുത്ത് വരാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ചെടികളോടുള്ള ഇഷ്ടം കൂടി വന്നത് കേട്ടോ. പിന്നെ ഞാൻ ഓരോ പ്ലാന്റുകൾ നടാൻ തുടങ്ങി. എൻ്റെ തുടക്കം എന്ന് പറയുന്നത് 10 മണി ചെടികളാണ്. പക്ഷെ പണ്ടത്തെ 10 മണികളൊന്നും ഇപ്പല്ലേ, ഒരുപാട് കളറുകളുണ്ട്. പണ്ടൊക്കെ ഒറ്റ കളറുകളാണ്. പിന്നെ പണ്ട കളറുകൾ റോസ് കളർ, ഒരു വെള്ള കളർ കോമൺ ആയിട്ട് അതായിരുന്നു കണ്ടിരുന്നത്. ഇപ്പം എന്തോരം വെറൈറ്റികളാണല്ലേ. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ എൻ്റെ ഒരുപാട് പൂക്കൾ ഞാൻ കാണിക്കുന്നുണ്ട്. വെറൈറ്റികൾ എത്ര എണ്ണുണ്ട് ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. കളർ ഒക്കെ മിക്സഡ് കളേഴ്സാണ് കൂടുതലായിട്ട് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ ചെടികൾ ഞാനും നോക്കാറുണ്ട്, ഓൺലൈനിൽ നോക്കാറുണ്ട്. വാങ്ങാൻ ആദ്യമൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതുമാണ്. ഇപ്പോൾ വില കാണുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങില്ല എന്നൊക്കെ തോന്നുന്നില്ലേ. പ്രത്യേകിച്ച് എന്നെ പോലെ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് കാണുമ്പോൾ അതൊക്കെ വാങ്ങണം എന്ന് തോന്നും. എങ്ങനെയായിരിക്കും, കുറേ പേര് പറ്റിക്കുന്നവരും ഉണ്ട് കേട്ടോ. എനിക്കും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്ലാന്റ് വാങ്ങാൻ നമ്മൾ പൈസയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല. നമുക്ക് പ്ലാന്റും കിട്ടില്ല, നമ്മളുടെ ക്യാഷും പോകില്ലേ. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഓഫർ സെയിൽ പോലെയായിട്ടാണ്. കാരണം എന്നെപ്പോലെ ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓഫർ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ 10 മണിയുണ്ടോ ഒരുപാട് എൻ്റെ കവറിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങി. അപ്പോൾ ഇത് ഏതായാലും ഞാനിതെല്ലാം കട്ട് ചെയ്യണം. അപ്പോൾ എന്നെപ്പോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക്, പൂക്കൾ നിറഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, എൻ്റെ കയ്യിൽ ക്യാഷില്ല അത്രയും പ്ലാന്റൊക്കെ വാങ്ങാൻ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേര്. അപ്പം ഞാൻ ഇന്ന് വരുന്നത് CC അടക്കമാണ് കേട്ടോ. CCക്ക് നിങ്ങൾ വേറെ തരേണ്ട. CC അടക്കം 150 രൂപയ്ക്കാണ് ഞാൻ പ്ലാന്റ് ചെയ്യുന്നത്. 20 വെറൈറ്റി കളേഴ്സ് ഞാനിതിലുണ്ടാവും. അത് പിന്നെ അടുക്ക് 10 മണി ഉണ്ടാവും, ഇതേപോലത്തെ മിക്സഡ് 10 മണികളുണ്ടാവും. പിന്നെ സിൻഡ്രല്ല വെറൈറ്റി, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് 20 കളറുണ്ടാവും. സിംഗിൾ കട്ടിങ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കും സിംഗിൾ കട്ടിങ്സ് ഉണ്ടാവും. 10 മണീൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഒരുപാട് കട്ടിങ്സ് കിട്ടേണ്ട ഒരു ആവശ്യമില്ല 10 മണീൻ്റെ കാര്യത്തിൽ. ഒരു തണ്ടുണ്ടെങ്കിൽ 10 മണി നട്ടവർക്കറിയാം അല്ലേ. ഒരൊറ്റ തണ്ട് കിട്ടിയാലും അത് നട്ടാലും 10 മണി ഉണ്ടാവും. ആ ഒരു തണ്ട് നമ്മൾ കട്ട് ചെയ്ത് നട്ടാലും അതും വീണ്ടും നമുക്ക് ഓരോ തൈകളുണ്ടാവും. 10 മണിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത. നാശമായി പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. കാരണം പ്ലാന്റ് നട്ടു, അടിഭാഗം ചീഞ്ഞു പോയല്ലോ, പ്ലാന്റ് കേട് വന്നല്ലോ എന്നൊരു വിഷയമല്ല അല്ലേ. ചീഞ്ഞു പോയ ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും നട്ടാലും 10 മണി ഉണ്ടാകും. അപ്പോൾ ഞാൻ രാവിലെയാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് ശരിക്കും കളറ് പൂ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഞാനതാണ് എല്ലാത്തിൻ്റെയൊക്കെ ഒന്ന് വിടർത്തിയൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 10 മണി ആഗ്രഹിക്കുന്നവർ ബഡ്ജറ്റ് അല്ലേ, നമുക്ക് ഓരോന്നും കാണാറുണ്ട്. ഞാനും ഒരുപാട് കളറുകൾ 30 കളറുകളൊക്കെ കാണാറുണ്ട്. 20 കളറ് 150 രൂപ. പിന്നെ CC എക്സ്ട്രായൊക്കെ വരും.
ഞാൻ CC അടക്കാണ്. ഞാൻ 20 കളറാണ്, 20 കറക്റ്റൊന്നും ആവില്ല കേട്ടോ. 20 കളർ അതിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ഞാൻ എക്സ്ട്രാ കട്ടിങ്സ് ഞാൻ വെക്കാറുണ്ട് സാധാരണ. എനിക്കെപ്പോഴും സന്തോഷം എന്താ, എൻ്റെ കസ്റ്റമേഴ്സിന് അല്ലേ. ഞാൻ ചെടികൾ വേറെയും കൊടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ആമ്പലുകൾ കൊടുക്കാറുണ്ട്. ഞാനിതിൽ ആന്തൂരമൊക്കെ ഞാനിതിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നും എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് ഇടാത്തത്. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് എപ്പോഴും എന്താണ്, കസ്റ്റമർ എന്നല്ല, എൻ്റെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങുന്ന എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരെപ്പോഴും എന്തായിരിക്കണം, ഹാപ്പി ആയിരിക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ. നമ്മളൊരു പ്ലാന്റ് വാങ്ങിക്കഴിയുമ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അത് തുറന്ന് നോക്കുമ്പോൾ അതിനേറെ സന്തോഷം നമുക്കത് നട്ട് വളർത്തി അതിൽ പുതിയ പൂക്കൾ കാണുമ്പോൾ, ആ ചെടി നന്നായിട്ടുണ്ടാകുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ പ്ലാന്റ്സ് എപ്പോഴും കൊടുക്കുമ്പോഴും അവർക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ ഞാൻ വെച്ച് കൊടുക്കും. ഇപ്പോൾ വാട്ടർ ലില്ലി വാങ്ങുന്നവരാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ വാട്ടർ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ ഞാൻ ആഡ് ചെയ്ത് വയ്ക്കും. ചിലപ്പോൾ വാട്ടർ പോപ്പിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. 10 മണി വാങ്ങുന്നവരാണെങ്കിൽ ഞാൻ എക്സ്ട്രാ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കളറുകൾ 10 മണി വെച്ചെടുക്കും. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേറെ ഏത് പ്ലാന്റാണോ ആ സമയത്ത് ഒരുപാടുള്ള വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും കട്ടിങ്സോ അല്ലെങ്കിൽ തൈകളോ അല്ലെങ്കിൽ വിത്തുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പ്ലാന്റുകൾ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ 150 രൂപ കേട്ടോ. CC അടക്കമാണ് ഞാൻ പറയണേ. CC എക്സ്ട്രാ ഞാൻ വാങ്ങുന്നില്ല. CC അത് നമുക്ക് കുറച്ചാൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ CC വരുന്നത് നിങ്ങൾക്കറിയാം എത്ര രൂപയാവും എന്നല്ല ഏകദേശം അറിയാമല്ലോ. ഞാനത് കറക്റ്റ് പറയുന്നത് കാരണം കറക്റ്റ് പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ 80 വെച്ചിട്ടാണ് CC വരുന്നത്. അപ്പോൾ ആ CC കൊടുക്കുമ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് CC എന്തായാലും അവർ തരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കും എത്ര രൂപയ്ക്ക് ഞാൻ ഈ പ്ലാന്റ് തരുന്നതാണ്. CC നോക്കാതെ ഒന്ന് കൂട്ടി നോക്കും. 70 രൂപയ്ക്കാണ് ഞാൻ 20 കളർ. 20 എന്ന് പറഞ്ഞ് ഞാൻ കറക്റ്റ് ഞാൻ 20 എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തരും. പിന്നെ ഞാൻ പ്ലാന്റുകൾ ഏറെയാണെന്ന് തോന്നിയ വേറെ ഏതെങ്കിലും കളേഴ്സിൻ്റെ കട്ടിങ്സ് വയ്ക്കും. പിന്നെ നമ്മുടെ നാടൻ കളേഴ്സും ഉണ്ട് കേട്ടോ. പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന വെള്ള, മഞ്ഞ, ഓറഞ്ച് അങ്ങനത്തെ കളേഴ്സ് ഉണ്ടല്ലോ, അതും എൻ്റെ കയ്യിലുണ്ട്. കൂടുതലും ഞാൻ വയ്ക്കുക മിക്സഡ് കളേഴ്സുകളായിരിക്കും ഞാൻ വയ്ക്കുക. അതേപോലെ തന്നെ ടേബിൾ റോസിലെ അടുക്ക് 10 മണി അതും വയ്ക്കും. സിൻഡ്രല്ല വെറൈറ്റി വയ്ക്കും. ഇതൊക്കെ കൂടാതെ ഞാൻ നാടൻ കളേഴ്സും അതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കും. കൂടുതലും ഞാൻ വയ്ക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ മിക്സഡ് കളറുകളാണ്. പല കളറിലുള്ള വിരിഞ്ഞ് കാണുമ്പോൾ തന്നെ ഭംഗിയല്ലേ. പിന്നെ ഇത് ഒന്നിച്ച് നട്ട് വയ്ക്കുമ്പോഴാണ് പിന്നീട് നമുക്കതിൻ്റെ വിത്തുകൾ വീണ് മുളച്ചുണ്ടാകുമ്പോൾ പുതിയൊരു കളറും കിട്ടും കേട്ടോ. എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്കിതിൻ്റെ മുന്നേ ഞാൻ വെച്ച പ്ലാന്റുകളിൽ നിന്ന് എനിക്കൊക്കെ പ്ലാന്റൊക്കെ പോയിരുന്നു. മഴയാവുന്ന സമയത്ത് നമ്മൾ 10 മണി നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ എനിക്ക് പ്രഗ്നൻസീൻ്റെ ആ സമയമൊക്കെ ആയപ്പം ഞാൻ എൻ്റെ പ്ലാന്റൊക്കെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ വെയിലൊരു പ്രശ്നമാണെന്ന് ആരും ചോദിക്കണ്ട. ടെറസിൻ്റെ മുകളിലാണ് തുറന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വെയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ പ്ലാന്റിൻ്റെ ഒരു ഹെൽത്ത് നോക്കിയാൽ നന്നായിട്ടുണ്ടാവുകയും ചെയ്യും. പൂക്കളും നന്നായിട്ടുണ്ടായിരിക്കും. കഴിയുന്നത് നനയ്ക്കാൻ വെള്ളമുള്ളവർക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. 2 നേരം നനച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നനച്ചു കൊടുത്താൽ മതി. അപ്പം അങ്ങനെ എൻ്റെ ആദ്യത്തെ കുറേ 10 മണികളെല്ലാം പോയി. പിന്നെ ഞാൻ ആ മണ്ണ് തന്നെയാണ്, ആ മണ്ണെല്ലാം കൂടെ കവറൊക്കെ പൊട്ടിച്ചിട്ട് വീണ്ടും ഞാൻ കവറിൽ നിറച്ചത്. അപ്പോൾ ഈ 10 മണി കുഴിച്ചിട്ട സമയത്ത് കുറേ 10 മണികൾ അതേപോലെ വിത്തുനിന്ന് മുളച്ച് വന്നിരുന്നു. ആ വിത്തുനിന്ന് മുളച്ച് വന്നതിലുണ്ടായിരുന്നു ഈ ഡബിൾ കളേഴ്സ്. അതായത് ഒരു മഞ്ഞ, ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, ഒരു മഞ്ഞ ചുവപ്പും കൂടെ മിക്സായി വന്ന് അത് ഒരു മിക്സഡ് കളറായിട്ട് എനിക്ക് പുതിയ കളർ വന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ പഴയ ഓറഞ്ചാണോ അത് റെഡ് കളറാണോ എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. ഇതൊരു മിക്സഡ് കളറാണ്. അതിൻ്റെ ഓറഞ്ചും റോസും കൂടെ, അത് ഡാർക്ക് ഓറഞ്ചാണ് മിക്സ് ചെയ്തിട്ട്. നമ്മളെ പണ്ടത്തെ വെറൈറ്റി ഉണ്ടല്ലോ. പക്ഷെ പൂവ് നല്ല വലിയ പൂവാണ്, വലിയ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 10 മണി ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൾ ചെയ്യരുതാരും. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കുട്ടിയുണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ 10 മണി ആവശ്യമുള്ളവർ, 10 മണി എന്നല്ല, എൻ്റെ കയ്യിൽ വാട്ടർ ലില്ലീസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം എന്നോട്. 10 മണിയാണെങ്കിൽ 10 മണിയും ചോദിക്കാം. പിന്നെ കുറച്ച് ഓർക്കിഡ്സും ഉണ്ട്, ഡെൻഡ്രോബിയം ഓർക്കിഡ്സും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഞാൻ തന്നെ വളർത്തുന്നതാണ് കേട്ടോ. ഞാൻ വളർത്തിയിട്ട് അയക്കുന്ന തൈകൾ ഉണ്ടായിട്ട് ഞാൻ വേറുള്ളവർക്ക് കൊടുക്കാറുള്ളൂ. കാരണം അതെങ്ങനെയാണ് അതിൻ്റെ പരിപാലനം നമുക്കറിയണ്ടേ. നമ്മളൊരു ചെടി നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അതെന്താ ചെയ്യുകയെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ
ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നന്നായിട്ടുണ്ടാവുക എന്ന് നമുക്ക് പറയാനറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ വെയിൽ സമയത്ത് ഏറ്റവും പറ്റിയ ബെസ്റ്റ് പ്ലാന്റാണ് 10 മണി എന്ന് പറയുന്നത്. മഴ സമയമാകുമ്പോൾ ഇതൊക്കെ നശിച്ചു പോവില്ലേ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിൻ്റെ 2-3 കട്ടിങ്സ് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒന്ന് മാറ്റി ഒരു ചെറിയ പേപ്പർ ഗ്ലാസ് എന്തെങ്കിലും വാങ്ങിയാലും മതി. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിരട്ടകളുണ്ടാവും അല്ലേ, ഒരുപാട് ചിരട്ടകളുണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മിക്ക വീടുകളിലും തേങ്ങ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മിക്സഡ് കളർ എനിക്കുണ്ടായത് കേട്ടോ. 2 പ്ലാന്റിൽ നിന്ന് മിക്സായിട്ട് എനിക്ക് വിത്ത് മുളച്ചുണ്ടായതാണ്. അപ്പോൾ അതേപോലെ പറഞ്ഞ പോലെ ചിരട്ടകളിൽ കുറച്ച് മണ്ണ് നിറച്ച് വെച്ച്, പോട്ടിംഗ് മിക്സ് ഒന്നും വേണമെന്നേ ഇല്ല 10 മണിക്ക്. സാധാ നമ്മളെ വീട്ടിലെ മണ്ണ് മതി. ആ മണ്ണിൽ നമ്മളൊക്കെ നട്ട് വെച്ചിട്ട് ഒരു ഭാഗത്ത് മഴ നനയാത്ത ഭാഗത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ 10 മണി നശിച്ചു പോവുകയില്ല. അപ്പോൾ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ടെറസിൻ്റെ മുകളിലാണ് മഴ തുടങ്ങി. അപ്പോൾ നമുക്കറിയാം പ്രഗ്നൻസി ആ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് എനിക്ക് നോക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എൻ്റെ പ്ലാന്റുകളൊക്കെ പോയത്. അപ്പോൾ ഇനി എന്തായാലും ഞാനങ്ങനെ ചെയ്യില്ല. ഇനി വരുന്ന മഴ സമയത്ത് ഞാനിതെല്ലാം മാറ്റി ആദ്യം ഞാനൊന്ന് സേഫാക്കി അതെല്ലാം വയ്ക്കും. അപ്പോൾ എല്ലാവരും മറക്കണ്ട,